ഞാൻ ആര്. അപ്പൊ ഇന്ന് നമ്മള് SCERT ടെക്സ്റ്റിലെ പ്രധാന കണ്ടുപിടുത്തങ്ങളാണ് നോക്കുന്നത്. അപ്പൊ 2024 LDC, LPUP, CPO, ഡിഗ്രി ലെവൽ, KTS തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു സെക്ഷൻ പഠിച്ചിരിക്കണം. അതുപോലെ PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള മലയാളം ക്ലാസ് നമ്മുടെ ഫ്രണ്ട്ലി PC ആപ്പിലുണ്ട്. വേണമെന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. PSCയുടെ സ്ഥിരം ചോദ്യമാണ്, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ ആണ്. അപ്പൊ വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. ആദ്യമായിട്ട് ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷ മർദ്ദം അളന്നത് ടോറിസെല്ലിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറിസെല്ലി. ഇത് ഓർത്ത് വെക്കാൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കോഡ് പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കും കേട്ടോ. അതായത് ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഭാരം എന്ന് പറയുമ്പോൾ ഭാരം എന്ന് നമുക്ക് ഈ പ്രൊനൗൺസിയേഷൻ വൈസ് കേൾക്കാമല്ലോ. അപ്പൊ ഭാരമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൈ പിടിച്ചോണ്ടാണോ പോകുന്നത്? അല്ല, നമ്മൾ ലോറിയൊക്കെ വിളിച്ചല്ലേ കൊണ്ടുപോകുന്നേ. അപ്പൊ ഭാരം ലോറി, അതായത് ബാരോമീറ്റർ ടോറിസെല്ലി. ലോറി ടോറി എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് രണ്ടും മുൻകാല ചോദ്യമാണ്. മർദ്ദം അളക്കുന്നത് ഏതാണെന്നും കണ്ടുപിടിച്ചത് ഏതാണെന്നുള്ളത്. അടുത്തത് ബെർണോളിസ് തത്വം ആവിഷ്കരിച്ചതാരാ? ബെർണോളി ആയിരിക്കുമല്ലോ. എന്താണ് ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്? വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നത്. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. അടുത്ത ചോദ്യം സ്ഥിരം PSCക്ക് വരുന്നതാണ്. അതായത് ഹൃദയമിടിപ്പ് അളക്കുന്ന ഉപകരണമാണല്ലോ സ്റ്റെതസ്കോപ്പ്. അത് ആദ്യമായിട്ട് നിർമ്മിച്ചത് ആരാണ്? അപ്പൊ സ്റ്റെതസ്കോപ്പ് ആരുടെയാണ്? റെനെ ലെനക്കാണ്. അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിട്ട് ഈ സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ട് ഡോക്ടർമാർ ഇങ്ങനെ നടക്കുമ്പോൾ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ അനങ്ങത്തില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം അനങ്ങുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്റ്റെതസ്കോപ്പ് നമ്മുടെ ഹൃദയം അനങ്ങുന്നുണ്ടോ, റെനെ ലെനക്ക്, അനക്ക് വെച്ചിട്ട് അനക്കം ഉണ്ടോ എന്നുള്ള രീതിയിൽ ലെനക്ക് ഓർക്കണം കേട്ടോ. റെനെ ലെനക്ക്. അടുത്തത് ഇത് സ്ഥിരം ചോദ്യമാണ്. അടുത്തതും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് പാസ്ചറൈസേഷൻ എന്താണ് എന്നും പാസ്ചറൈസേഷന്റെ ആ ടെമ്പറേച്ചറും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് LPUP-കാരൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം നന്നായിട്ട്. അതായത് പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു മാർഗമാണ് എന്ത്? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടെമ്പറേച്ചർ ആണ് ഇമ്പോർട്ടന്റ്. അതായത് 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രിയിൽ പാല് ചൂടാക്കണം. അപ്പൊ എന്ത് ചെയ്യണം? 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രിയിൽ പാല് ചൂടാക്കണം. എന്നിട്ട് പെട്ടെന്ന് 10 ഡിഗ്രിയിലേക്ക് വളരെ പെട്ടെന്ന് അങ്ങ് തണുപ്പിക്കണം. അപ്പൊ 70 ഡിഗ്രിയിൽ ചൂടാക്കിയിട്ട് പെട്ടെന്ന് 10 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ന് സംഭവിക്കുന്ന വെച്ചാല് പാലിലുള്ള സൂക്ഷ്മജീവികളില്ലേ, അവരുടെ കോശത്തിന്റെ സ്ഥലം എന്നിട്ട് അപ്പന്ന് പെട്ടെന്ന് പൊട്ടിപ്പോയി അത് നശിച്ചു പോകും. അപ്പൊ ഈ പ്രോസസ്സിനെയാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. സൂക്ഷ്മജീവികൾ നശിക്കുന്നത് മൂലം പാല് കേടുകൂടാതിരിക്കും. അപ്പൊ 15 to 30 സെക്കൻഡ് 70 ഡിഗ്രി പെട്ടെന്ന് തണുപ്പിച്ച് 10 ഡിഗ്രിയിലേക്ക് ആക്കുമ്പോൾ സെൽ വാള് പൊട്ടിയിട്ട് സൂക്ഷ്മജീവികൾ നശിച്ചു പോവുകയും പാല് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ടുപിടിച്ച ആളാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? പാസ്ചറൈസേഷൻ. അദ്ദേഹത്തിന്റെ പേരിലും അപ്പൊ പാസ്ചർ ഉണ്ടല്ലോ. ആരാണ്? ലൂയി പാസ്ചർ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് സ്ഥിരം ചോദ്യമാണ്. അതായത് ചില ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉണ്ടാകുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ച് ഡാഷ് ഉണ്ടാവുന്നു. അപ്പൊ എന്താണ്? ഹൈഡ്രജൻ. അപ്പൊ 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. കത്തുന്ന ഒരു വാതകം, ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കത്തുന്ന ഒരു വാതകം ഉണ്ടാകുന്നത് 16-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ് ഇത് കണ്ടെത്തിയത്. അപ്പൊ ഹൈഡ്രജൻ വാതകം, കത്തുന്ന ഈ വാതകത്തെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. PSC ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതാണ്. ഹൈഡ്രജനിൽ ഹായ് ഉണ്ട്, സയന്റിസ്റ്റിന്റെ പേരിലും ഹായ് ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷ്. ഇനി ഇദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞ അപ്പൊ തന്നെ ഇതിനെ ഹൈഡ്രജൻ എന്ന് വിളിച്ചോ? ഇല്ല. ഈ വാതകത്തിന്റെ പേര് ഹൈഡ്രജൻ ആണ് എന്ന് ആ വാതകത്തിന് ഹൈഡ്രജൻ എന്ന് പേരിട്ടത് ആരാണ്? സ്ഥിരം പേരിടാൻ വരുന്ന ആരാണ്? ലാവോസിയർ ആണ് കേട്ടോ. അപ്പൊ ഹൈഡ്രജന്, ആ വാതകത്തിന്, കത്തുന്ന വാതകത്തിന് ഹൈഡ്രജൻ എന്ന പേര് കൊടുത്തത് ലാവോസിയർ ആണ്. അടുത്തത്, ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും എന്തുണ്ടാകുന്നു? ഒരു കാന്തിക മണ്ഡലം ഉണ്ടാവുന്നുണ്ടല്ലോ. അത് കണ്ടെത്തിയത് ആരാണ്? ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. അപ്പൊ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. അപ്പോ
വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പൊ വൈദ്യുത കാന്തത്തിൽ അറിയായിരിക്കുമല്ലോ, വൈദ്യുത കാന്തത്തില് വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ഈ ബന്ധം, ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് വൈദ്യുത കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും സ്ഥിരമാണ്. അരിസ്റ്റോട്ടിൽ, അദ്ദേഹത്തെയാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? അരിസ്റ്റോട്ടിൽ. നമുക്ക് ജീവൻ വേണമെങ്കിൽ നമ്മൾ എന്താ, ചോറ് കഴിക്കണം. ചോറ് ഉണ്ടാക്കുന്ന അരി കൊണ്ടാണല്ലോ. അപ്പൊ അങ്ങനെ ഓർക്കണം കേട്ടോ. അപ്പൊ ജീവശാസ്ത്രത്തിന്റെ പിതാവ്, ജീവൻ വേണമെങ്കിൽ അരി കൊണ്ടുള്ള ചോറ് കഴിക്കണം. അപ്പൊ അരിസ്റ്റോട്ടിലാണ്. പിന്നെ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു. അപ്പൊ ജീവികളെ ചുവന്ന രക്തമുള്ളത് അല്ലാത്തവ എന്ന് തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. അപ്പൊ ജീവശാസ്ത്രത്തിന്റെ അരിസ്റ്റോട്ടിലാണ്. ഇനി സസ്യശാസ്ത്രത്തിന്റെ ആരാണ്? സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. ഇപ്പൊ സസ്യങ്ങള് മെയിനായിട്ട് നമ്മൾ കത്തിക്കാനല്ലോ ഉപയോഗിക്കുന്നത്, വിറകിന് വേണ്ടിയിട്ടല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ സസ്യശാസ്ത്രം തീയുമായിട്ട് ആലോചിക്കുക. അപ്പൊ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണെന്ന് ഓർക്കണം, അല്ലെങ്കിൽ തമ്മിൽ തിരിഞ്ഞു പോകും. അടുത്ത്, അപ്പൊ സസ്യങ്ങളെ ഏകവർഷികൾ. ഇപ്പൊ അദ്ദേഹം ചുവന്ന രക്തമുള്ളത് അല്ലാത്തവന്ന് തിരിച്ച പോലെ ഇദ്ദേഹം ഇപ്പൊ എങ്ങനെയായിരിക്കും തിരിച്ചേക്കുന്നത്? ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരം തിരിച്ചു. അപ്പൊ സസ്യങ്ങളെ ഏകവർഷി, ബഹുവർഷി, ദ്വിവർഷികൾ എന്ന് തരം തിരിച്ചേക്കുന്നത് സസ്യശാസ്ത്രത്തിന്റെ പിതാവായ തിയോഫ്രാസ്റ്റസ് ആണ്. ആയുർവേദത്തിന്റെ പിതാവ്, അതായത് 200ഓളം സസ്യജന്തുജാലങ്ങൾ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ചരകനാണ്. അപ്പൊ ആയുർവേദത്തിന്റെ പിതാവും, പിന്നെ ചരക സംഹിത എന്ന് നോക്കുമ്പോൾ ചരകനാണെന്ന് അറിയാലോ. അപ്പൊ ആയുർവേദത്തിന്റെ പിതാവ് ചരകനാണ്. അടുത്തതും സ്ഥിരം ചോദിക്കുന്നതാണ് കേട്ടോ. അതായത് ജോൺ റേ. അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്നാണ്. അപ്പൊ ഓർത്തിക്കാൻ ഒരു കോഡ് പറഞ്ഞുതരാവേ. 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി. പുസ്തകത്തിന്റെ പേര്. പിന്നെ സ്ഥിരം PSC ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന്? ജോൺ റേ. സ്പീഷീസ് എന്താണെന്ന് അറിയാലോ. സ്പീഷീസ് ആ വർഗത്തെ കുറിക്കുന്നതാണ് സ്പീഷീസ്. നമുക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓർക്കണം. ഇദ്ദേഹത്തിന്റെ പേരും സ്പീഷീസും കൂടി. തൽക്കാലം സ്പേഷ്യസ് എന്ന് ഓർക്കുക. അതായത് ഒത്തിരി സ്ഥലം ഉണ്ടെന്ന്. എന്തിനാ സ്ഥലമുള്ള? അതായത് ഈ യമഹാറേ എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, യമഹാറേ. അപ്പൊ അതിന് സാധനങ്ങളൊക്കെ വെക്കാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണെന്ന് ഓർക്കുക, 2 വീലറേ. അപ്പൊ ആ സ്പേഷ്യസും റേയും വെച്ചിട്ട് ജോൺ റേ സ്പീഷീസ് അങ്ങനെ ഓർക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടെ തിരിഞ്ഞു പോകും. അടുത്ത കാൾ ലിനേയസ്. അദ്ദേഹത്തെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് വിളിക്കുന്നത്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് കാൾ ലിനേയസ്. പിന്നെ വ്യത്യസ്ത വർഗീകരണ തലങ്ങൾ നിർദ്ദേശിച്ചു. അതായത് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി കൊണ്ടുവന്ന ഇദ്ദേഹമാണ് കേട്ടോ. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിമാന പദ്ധതി. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ കാൾ ലിനേയസിന്റെ ആണ് കേട്ടോ. കാൾ ലിനേയസ് ഇങ്ങനെ ഓർത്താൽ മതി. കാൾ ലിനേയസ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ കുറച്ച് ചെറുതായിരിക്കും പേരല്ലേ. അപ്പൊ കോൾ ചെയ്യാൻ എളുപ്പമുള്ളതാണ് ബൈനോമിയൽ. 2 എണ്ണമല്ലേ ഉള്ളൂ. ബൈനോമിയലിൽ കോൾ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പൊ ബൈനോമിയല് കോൾ ചെയ്യാൻ എളുപ്പം കോൾ ലിനേയസ് ആണ്. അങ്ങനെ ഓർക്കണം. കാരണം താഴോട്ട് 5 കിങ്ഡം 6 കിങ്ഡം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഇനി തൊട്ടടുത്തത് നോക്കാം. അപ്പൊ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ തന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാ പഠിക്കുന്ന. അപ്പോഴേ അടുത്തത് വന്നേക്കുന്നു 5 കിങ്ഡം ആയിട്ട്. അപ്പൊ നമ്മൾ കോമഡി 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 എന്താ 2 എണ്ണം തന്നെ പഠിക്കാൻ പാടില്ല. അപ്പോഴാണ് ഇനി 5 പഠിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ പേര് നോക്കിയ കോമഡി എന്താ ഭയങ്കര വിറ്റായിരുന്നു, വിറ്റാക്കർ കേട്ടോ. അപ്പൊ റോബർട്ട് H. വിറ്റാക്കർ എന്ന അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ജീവികളെ ഏത് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു? 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കേട്ടോ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അടുത്താണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ വാവ്സ്. അപ്പൊ എന്താ ഇതൊക്കെ എങ്ങനെ പഠിക്കാനാന്നല്ലേ. അപ്പൊ 6 കാണുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇത് ഞാൻ ഇത് എങ്ങനെ പഠിക്കുന്നല്ലേ. അപ്പൊ എന്താ കാൾ വാവ്സ് കേട്ടോ. കാൾ വാവ്സ്. ആദ്യത്തെ കാൾ ലിനേയസ് ആണ്. അടുത്തത് വിറ്റാക്കർ ആണ്. പിന്നെന്താ വാവ്സ് ആണ്. 3 എണ്ണം പഠിച്ചല്ലോ. അത് വരാറുണ്ട്. അടുത്തത് കോശം സെല്ല് കണ്ടുപിടിച്ചത് ആരാണെന്ന്? റോബർട്ട് ഹുക്ക് ആണ്. റോബർട്ട് ഹുക്ക് ആണ് സെല്ല് കണ്ടുപിടിച്ചത്. അത് ഓർത്തേക്ക് ഞാൻ ഒരു കോഡ് പറയാം. കാരണം ഇതെല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. ഓപ്ഷനിൽ നമ്മൾ പഠിച്ചവരുടെ പേര് തന്നെ കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചതാരാണ്? റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ കോക്കിന്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ അറകള് കാണാൻ പറ്റി.
ഈ അറകളെ അദ്ദേഹം എന്തെന്ന് വിളിച്ചു? സെല്ലെന്ന് വിളിച്ചു. അപ്പൊ സെല്ല് റോബർട്ട് ഹുക്കാണ്. ഇനി സെല്ല് കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. ഓർത്ത് വെക്കാനുള്ള കോഡ് പറയാൻ പോവാണേ. ഈ സാധനം സെല്ല് മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴേ നമ്മൾ ഈ കുളത്തിന്റെ അകത്ത് ഇങ്ങനെ ഹുക്ക് ഇടുന്ന ഒരു സാധനം ഇല്ലേ, ഇങ്ങനെ ഒരു സാധനം ഇല്ലേ നമ്മൾ അതുപോലെയല്ലേ ഇരിക്കുന്നത്, അതുപോലെയുള്ള സാധനം അല്ലേ, ഹുക്കിന്റെ സാധനം പോലെ ഇരിക്കുന്നത്. അപ്പൊ സെല്ല് കണ്ടുപിടിച്ച ഹുക്കാണ്, റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്ക് മനസ്സിലായോ? റോബർട്ട് ഹുക്ക് അങ്ങനെ ഓർക്കണം. നിങ്ങൾക്ക് സ്ഥിരം റോബർട്ട് ഹുക്കിനെയും ബ്രൗണിനെയും ആണ് തിരിഞ്ഞു പോകുന്നത്. അപ്പൊ ബ്രൗണിനെ ഓർത്ത് വയ്ക്കാനുള്ള കോഡ് ഞാനിപ്പോ പറഞ്ഞുതരാം. അത് റോബർട്ട് ബ്രൗൺ എന്താ കണ്ടുപിടിച്ചെന്ന് അറിയാവോ? കോശത്തിന്റെ കേന്ദ്രം. അദ്ദേഹം കോശം കണ്ടുപിടിച്ചപ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടെ ഒന്നുകൂടെ നിരീക്ഷിച്ചപ്പോ കോശത്തിന്റെ നടുക്ക് അതിന്റെ ന്യൂക്ലിയസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലെ. ഒരു ഉണ്ട പോലെ നമ്മൾ വരയ്ക്കുമ്പോൾ അടയാളപ്പെടുത്തുന്നതാണ് ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാണ്, കോശ കേന്ദ്രം അഥവാ കോശത്തിന്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചാണ് റോബർട്ട് ബ്രൗൺ. അപ്പൊ നമ്മള് നോർമലി ഇങ്ങനെ ഒരു കോശം വരയ്ക്കുമ്പോ ഇങ്ങനെ അടയാളപ്പെടുത്തുമല്ലോ അതിന്റെ മർമ്മം. അപ്പൊ പെൻസിൽ വെച്ചിട്ടാണ് നല്ല ബ്രൗൺ കളറിൽ നമ്മൾ വരയ്ക്കും. അപ്പൊ കോശത്തിന്റെ മർമ്മം നമ്മൾ ബ്രൗൺ കളറിൽ കടുപ്പിച്ച് വരയ്ക്കും. കോശ മർമ്മം റോബർട്ട് ബ്രൗൺ ആണ്. കൃത്രിമ വൃക്ക, അതായത് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡച്ച് ഡോക്ടറായ വില്യം ജോഹാൻ കോഫാണ്. അപ്പൊ ആദ്യമായിട്ട് കൃത്രിമ വൃക്ക നിർമ്മിച്ചത് വില്യം ജോഹാൻ കോഫാണ്. ഇനി ഡോക്ടർ ജോസഫ് ഇ മുറെ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അപ്പൊ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് മുറയാണ്. അപ്പൊ ഒരാളിൽ നിന്ന് കോഡാണ് കേട്ടോ, ഒരാളിൽ നിന്ന് വൃക്ക എടുത്ത് ഒരു മുറത്തിലേക്ക് ഇട്ടിട്ട് ആ മുറ അപ്പുറത്ത് കൊണ്ടുപോയി അടുത്താക്ക് വെച്ചു കൊടുത്തു. അപ്പൊ വൃക്ക മാറ്റിവെക്കലും മുറത്തിലാണ് കൊണ്ടുപോയത് എന്ന് ഓർത്താല് നമുക്ക് ഇത് ഓർക്കാം, മുറയെ ഓർക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂസ് ആയി പോകും. അപ്പൊ മാറ്റിവെക്കലും മുറയും കണ്ടെത്തിയത് കോഫുമാണ്. അപ്പോൾ SCERT-യിൽ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ട്ലി PSC മലയാളം ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക. 2024 നമ്മുടെ ബുക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇതിന് ശേഷം നടന്നിട്ടുള്ള മലയാളം ചോദ്യങ്ങൾ പ്ലസ് SCERT ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഒരു 22 രൂപയും കൂടെ നമ്മുടെ ആപ്പിൽ അടച്ചു കഴിഞ്ഞാൽ 1 വർഷം വാലിഡിറ്റിയിൽ ഈ പറഞ്ഞ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ക്ലാസ് ഏതാണെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് നോക്കിയിട്ട് ഞാൻ ഇടാം. അതുപോലെ ഫ്രണ്ട്ലി PSC ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം.